ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പി ആട്ടോ. നമുക്ക് ദോശയ്ക്കും ഇഡ്ഡലിക്കും അതേപോലെ ചോറിൻ്റെ കൂടെയും കൂട്ടാൻ പറ്റിയ നല്ലൊരു ചമ്മന്തി, തേങ്ങ ഇല്ലാത്ത ചമ്മന്തി ആട്ടോ. അപ്പോൾ ജോലിക്ക് പോകുന്നവർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. അതേപോലെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു വരും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങൾ 3 സവാള, ചെറിയ സവാള എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി, പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്, ഒരല്ലി വെളുത്തുള്ളിയും 3-4 വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. അപ്പം വറ്റൽമുളകൊക്കെ അവരുടെ എരിവിന് ആവശ്യമായിട്ടുള്ളത് എടുക്കുക കേട്ടോ. അപ്പം ഞാൻ കുറച്ച് കുട്ടികളൊക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് എടുത്തിട്ടുള്ളൂ, ഒരു 4 എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് വേണ്ട ഈ സവാളയൊക്കെ നമുക്ക് തൊലിയെല്ലാം ചെത്തി മാറ്റി വൃത്തിയായി കഴിയുന്നതിന് ശേഷം ഇതേപോലെ ഒരു 4 കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. തക്കാളി അതേപോലെ ഒരു 4 പീസാക്കിയിട്ട് എടുക്കുക കേട്ടോ. അതേപോലെ വെളുത്തുള്ളിയും ഞാൻ തൊലിയെല്ലാം മാറ്റിയിട്ട് അതും ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പം വെളുത്തുള്ളി അധികമാകാൻ നോക്കണം കേട്ടോ. വെളുത്തുള്ളി അധികമായാൽ അതിൻ്റെ ഒരു ഫ്ലേവർ ആയിരിക്കും മുന്നിൽ നിൽക്കുന്നത്, അത് അത്ര ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന വെളുത്തുള്ളി വലുതായതുകൊണ്ട് ഒരെണ്ണം മാത്രമേ എടുത്തുള്ളൂ. ഇപ്പോൾ ചെറുതാണെങ്കിൽ 2 വരെയൊക്കെ എടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. അതുകൊണ്ടാണ് മിക്സിയുടെ ചെറിയ ജാർ എടുക്കുന്നത്. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറാകുമ്പോൾ വെള്ളം ചേർക്കാതെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ആദ്യം ജാറിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് മുളകാണ് അരയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ അങ്ങനെ മുളക് ആദ്യം ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച വെളുത്തുള്ളിയും സവാളയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി എടുക്കുക കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി എനിക്ക് എടുക്കുക ചെറുതാണ്. അപ്പം ഉരിച്ചെടുക്കാൻ രാവിലെ വലിയ ബുദ്ധിമുട്ടല്ലേ. ഇപ്പോൾ രാവിലെ പെട്ടെന്ന് ഇതൊക്കെ തയ്യാറാക്കാൻ വേണ്ടി ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ എടുക്കണം. അപ്പോൾ അത് കുറച്ച് താമസമായതുകൊണ്ട് വലിയ ഉള്ളി സവാള എടുത്തത്. എന്നിട്ട് തക്കാളി ഇല്ലാതെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ തക്കാളി ഇല്ലാതെ അരച്ചെടുത്തെന്ന് വെച്ചാൽ ഇതിനകത്ത് സ്പേസ് ഇല്ല ഇടാൻ. അതുകൊണ്ടാണ് തക്കാളി മാറ്റി വെച്ചിട്ട് ഈ ഉള്ളിയും മുളകും മാത്രം ആദ്യം അരച്ചെടുത്തത്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് തക്കാളി ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 2 കറിവേപ്പില ചേർക്കുന്നുണ്ട്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കാൻ വെക്കാം. ചട്ടി നന്നായിട്ടൊന്ന് ചൂടായ ശേഷം ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ കിടക്കുന്ന 2-3 കുരുമുളക് വീണിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ കണിക്കാതിരിക്കാൻ വേണ്ടി കുരുമുളക് ഇറക്കത്തില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ അതങ്ങ് എടുത്ത് മാറ്റാം. ഇതെടുത്ത് മാറ്റിയ ശേഷം ഇത് നന്നായിട്ട് ചൂടാവട്ടെ. ചൂടാകുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. ഇനി ആ കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് വെച്ചാൽ അതിൻ്റെ പച്ചച്ചുവ എല്ലാം മാറണം. കാരണം ഈ നമ്മുടെ സവാളയും തക്കാളിയിൽ പച്ചയായിട്ടല്ല ഇരിക്കുന്നത്, ആ പച്ച ഫ്ലേവർ കാണും. അതുകൊണ്ട് അതൊന്ന് മാറ്റാൻ വേണ്ടി നന്നായിട്ട് എണ്ണ തെളിയും വരെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. തക്കാളിയിലെ വെള്ളമെല്ലാം വറ്റിയിട്ട് നല്ല പച്ചച്ചുവയെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ മിക്സിയിൽ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം കുറച്ച് കൂടുതൽ വെള്ളം പോലെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പം പച്ചവെള്ളം ഒഴിക്കരുത്. ഇപ്പോൾ ജാറ് കഴിയ വെള്ളം ആയതുകൊണ്ടാണ് പച്ചവെള്ളം ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മാത്രമല്ലേ ഉള്ളൂ ചേർത്ത് കൊടുത്തത്. കുറച്ച് കൂടുതൽ നിങ്ങൾ നല്ല ലൂസായിട്ട് നല്ല കറി പോലെ ഒഴിച്ച് കൂട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഇത് അധികം ഒരുപാട് അങ്ങ് വറ്റിച്ചെടുക്കുന്നില്ല. ഇപ്പോൾ ഒരുമാതിരി കുറുകിയ രീതിയിലാണ് ഇരിക്കുന്നത്. ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എളുപ്പത്തിൽ നമുക്ക് പ്രത്യേകിച്ചും വീട്ടമ്മമാർക്ക് ജോലിക്ക് പോകുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ചോറിനൂടെയും കൂട്ടാം, രാവിലത്തെ പലഹാരത്തിൻ്റെയും കൂട്ടാം കേട്ടോ. ഇതിപ്പോൾ 2 ദിവസമൊക്കെ നമുക്ക് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഫ്രിഡ്ജ് വെക്കണമെന്നേ ഉള്ളൂ. ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു വരിക കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം. ഓക്കെ, താങ്ക്